നാമത്തിലുള്ള സ്നേഹവന്ദനം. सभी लोग यीशु मसीह के नाम से प्रेम भरा सलाम। ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. और एक दिन परमेश्वर ने हमारे लिए जो है दिया है, धन्यवाद देते हैं। കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നമ്മോട് കൂടെ ഇരുന്നു. कुछ दिनों में सब परमेश्वर का जो है अनुग्रह हमारे साथ था। നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. हम प्रार्थना करने वाले विषय में परमेश्वर जवाब देते रहते हैं। അനേകര് പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും കൂടെ കടന്നു പോകുമ്പോൾ और बहुत सारे मुश्किल से जाने के समय ആമേൻ ദൈവം അത്ഭുതമായ പ്രവൃത്തികളിൽ കൂടെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर जो अद्भुत रीति से चलाते हैं उसको याद करने से परमेश्वर को धन्यवाद देते हैं। ആമേൻ. ഇന്നത്തെ പകൽക്കാലവും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. आज की सुबह के समय भी हम प्रार्थना के साथ रहेंगे परमेश्वर अनुग्रह करने के लिए। അതെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. हम प्रार्थना करने से परमेश्वर काम करते हैं। നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. हम प्रार्थना करते हैं इसलिए परमेश्वर हमारे जीवन में बड़े बड़े कार्य करते हैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കാം. ऐसे तो हम परमेश्वर के चरण में प्रार्थना साथ रहेंगे। ആമേൻ. നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ബലപ്പെടുത്തും. निश्चय परमेश्वर हमें आशीष देंगे। ദൈവകൃപ നമ്മോട് കൂടെയുണ്ട്. परमेश्वर के अनुग्रह हमारे साथ है। ആമേൻ. അതുകൊണ്ടാണ് നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ദൈവം കൃപ ചെയ്തത്. इसीलिए आज सुबह परमेश्वर के चरणों में आने की परमेश्वर सहायता किया है। അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു മകൾ സന്തോഷമാ ദൈവം നമുക്ക് നൽകി തന്നു. बहुत जन के जीवन नहीं है वो खुशी हमको दिया है। അങ്ങനെയെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കാം. इसीलिए हम परमेश्वर के चरणों में विश्वस्तता से रहेंगे। ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ ശക്തമായി ദൈവദാസന്മാരുടെ കൂടെ കേൾക്കുന്നുണ്ട്. हम जो है परमेश्वर का वचन जो है अभी सुनते आ रहे हैं। ആമേൻ. ആ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതിന് പ്രകാരം ജീവിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. वो वचनों को हम जीवन में लेंगे तो हमें जो है काम करता है। പലപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എന്നുള്ളത് ആ വചനപ്രകാരം ജീവിക്കുമ്പോഴാണ്. कई बार हम जो है वचन सुनते हैं लेकिन वो वचन जितना हम काम में लाते हैं तभी पता चलता है कि कितना वो काम कर रहा है। ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വേദഭാഗം നമ്മൾ ആരംഭിക്കാനിടയായി. हम पिछले दिनों में एक वचन हम मनन कर रहे थे। നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. आप सभी ने ध्यान दिया करके मैं आशा रखता हूँ। തുടർന്നും ആ വചനത്തിൽ കൂടെ തന്നെ ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. आज भी उसी वचन के द्वारा परमेश्वर के आत्मा हमसे बात करना चाहते हैं। കാരണം ആമേൻ സഭയുടേതായ അനുഗ്രഹങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. क्योंकि सभा का जो आशीष कैसे होगा वो हम सोच रहे थे। അതിനാധാരമായി നമ്മൾ ചിന്തിച്ചത് उसके अनुसार हमने जो सोचा था അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. प्रेरितों का काम 9वां अध्याय उसका 31 आयत। അവിടെ നമ്മൾ ഇങ്ങനെ വായിച്ചു, वहाँ पे हमने ऐसा पढ़ा, അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ പ്രദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോട് ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. सो सारे यहूदिया और गलील और समरिया में कलीसिया को चैन मिला और उसकी उन्नति होती गई और वह प्रभु के भय और पवित्र आत्मा की शांति में चलती और बढ़ती जाती थी। ആമേൻ. സഭയ്ക്ക് സമാധാനം ഉണ്ടായി. जो है कलीसिया को जो शांति मिला, അവർക്ക് ആത്മീക വർധന ഉണ്ടായി. उनको आत्मिक से बढ़ोतरी हुई, അവർ കർത്താവിലുള്ള ഭക്തിയിൽ വളർന്നു, परमेश्वर की भक्ति में बढ़े, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നു. पवित्र आत्मा की अगुवाई से चले भी। അപ്പോ സഭ പെരുകുന്നത്, സഭ വളരുന്നതിന് വേണ്ടിയതായി ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. तो कलीसिया बढ़ने के लिए जो बातें होनी चाहिए उसके बारे में हमने देखा अभी। അപ്പോ സഭ വളരണമെങ്കിൽ, സഭയ്ക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ ചില വ്യക്തികളുടെ ആവശ്യമുണ്ട്. तो कलीसिया जो है बढ़ना है तो वहाँ पे जो है कुछ कोई व्यक्ति वहाँ पे होने जरूरी है। ആമേൻ. ആ വ്യക്തികൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സഭയ്ക്ക് സമാധാനവും ആത്മീക വർധനയും ഉണ്ടാകുന്നത്. वो जो है व्यक्ति वहाँ पे है ये तो वहाँ पे क्या है, उस कलीसिया में शांति और बढ़ोतरी होता है। അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആമേൻ ആ സഭയ്ക്ക് വർധന ഉണ്ടാകാൻ കഴിയത്തുള്ളൂ. तो उस प्रकार के जगह में ही जो है उस प्रकार का व्यक्ति के द्वारा ही वहाँ पे जो है बढ़ोतरी और शांति होती है। ആമേൻ. ദൈവവചനം പറയുന്നത് സഭയ്ക്ക് ഒന്ന് സമാധാനം ഉണ്ടായി. तो जो वचन कहते हैं कि जो है कलीसिया को जो बढ़ोतरी शांति मिला। അപ്പോ സഭയ്ക്ക് സമാധാനം ഉണ്ടാകാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. तो जो है सभा में जो है वैसा नहीं था, वैसा हो रहा था। അപ്പോ സഭയ്ക്ക് സമാധാനം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ സഭയ്ക്ക് സമാധാനം ഉണ്ടാകുന്നുവെങ്കിൽ
अगर कलीसिया को शांति नहीं है ऐसा था, लेकिन वहां पे शांति होना है तो ആമേൻ. അവിടെ ചില കാര്യങ്ങൾ നടക്കണം, ചില വ്യക്തികൾ ഉണ്ടായിരിക്കണം. वहां पे कुछ बातें होनी चाहिए, कुछ प्रकार के लोग होना चाहिए. അതില് ഒരു പ്രധാന വ്യക്തിയെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായി. उनमें से एक जो है प्रधान व्यक्ति के बारे में हमने देखा था. ആമേൻ. 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ അതിനെ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാനിടയായി. 9वां अध्याय का 17 आयत में हमने देखा था. അവിടെ പറയുന്നത് ആ സഭയിലെ ആത്മീക വർധന ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരു വ്യക്തി ഉണ്ടായിരുന്നു. वहां पे लिखा है कि उस कलीसिया को बढ़ोतरी होने लायक एक व्यक्ति वहां था. ആ വ്യക്തിയാണ് അനന്യാസ്. वो व्यक्ति है हनन्यास. അനന്യാസിന്റെ ചില ഗുണങ്ങൾ, അവന്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനിടയായി തീർന്നു. हनन्यास के जो है कुछ गुण, उनके जीवन कार्य हमने देखा था. അത് അവൻ അനുസരിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. हाँ, वो आज्ञा मानने वाला स्वभाव था. ഇന്നും അനേകരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം അതാ. आज भी कई लोगों के जीवन में हम देखे तो ये नहीं हुआ था. പ്രൈസലോ പലപ്പോഴും എന്റെ ഭാഗം മാത്രമാണെന്ന് ചിന്തിക്കുന്നത്. कई बार मेरा से भाग देखना सोचने वाला व्यक्ति. അനന്യാസും ദൈവത്തോട് അങ്ങനെ ആദ്യം പറഞ്ഞത്. हनन्यास से पहले परमेश्वर से यही कहा, കർത്താവേ, ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെയാണ് കാര്യങ്ങൾ. वैसे मैंने तो ये सुना है करके. എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയാ. मुझे जो बातें पता है वह ये है. പക്ഷെ ദൈവം അനന്യാസിനെ അതിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ परंतु जब परमेश्वर हनन्यास को जो प्रकट करके देने के समय അനന്യാസ് അനുസരിക്കാൻ തയ്യാറായി. हनन्यास सुनने तैयार हुआ. അനന്യാസ് ദൈവത്തിന്റെ വാക്ക് കേട്ടു. हनन्यास ने परमेश्वर का वचन को सुना. മാത്രമല്ല അനന്യാസ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു. वही नहीं, और हनन्यास जो प्रार्थना करने का स्वभाव था. അവൻ ദൈവത്തെ ദർശനം പ്രാപിക്കുന്ന വ്യക്തിയായിരുന്നു. परमेश्वर दर्शन पाने वाला व्यक्ति था. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. परमेश्वर का वचन को सुनने वाला व्यक्ति था. മാത്രമല്ല നമ്മൾ ചിന്തിച്ചത് രണ്ടാമത് അനന്യാസിന്റെ ഒരു ഗുണം 9-ാം അധ്യായത്തിന്റെ 27 നമ്മൾ കാണുന്നു. और दूसरा हम जो है और एक गुण उसका 9 का हम 27 में देखते हैं. ആമേൻ. 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അനന്യാസിനെ കുറിച്ച് പറയുന്നത്, वहां पे 9 का 27 में हनन्यास के बारे में ऐसा कहा है, അനന്യാസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. हनन्यास प्रोत्साहन देने वाला व्यक्ति था. എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ ദൈവസന്നിധിയിൽ പരിചയപ്പെടുത്തുക, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുക്കമുള്ള വ്യക്തിയായിരുന്നു. तो वो जो है परमेश्वर के लोगों को जो है तैयार करना, परमेश्वर के चरणों में लोगों को लेकर आना, ऐसा वो कार्य कर रहा था. അവന്റെ ശുശ്രൂഷ എന്തെന്ന് വ്യക്തമായി അറിഞ്ഞൊരു വ്യക്തിയായിരുന്നു. उनका सेवकाई क्या है करके सच में पता जो है सीखा हुआ व्यक्ति है. കാരണം എല്ലാവർക്കും ആ ശുശ്രൂഷ ലഭിക്കത്തില്ല. क्योंकि सभी लोगों को सेवकाई नहीं मिलता है. ആമേൻ. ഈ ശുശ്രൂഷ ലഭിക്കുന്നത് എല്ലാവർക്കുമല്ല. और ये सेवकाई हर किसी को नहीं मिलता है. ചിലർക്ക് മാത്രമേ ഉള്ളൂ. कुछ लोगों को मिलता है. നമുക്കറിയാം, ചിലര് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. हमें पता है कुछ लोग दूसरों को प्रोत्साहन करते हैं. അവരുടെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. उनकी छोटी बात भी जो है उसको प्रोत्साहन देके उनको आगे बढ़ाने की कोशिश करते हैं. എന്നാൽ നമ്മുടെ ചുറ്റും കാണുന്നത് നിരുത്സാഹപ്പെടുത്തുന്നവരാ. परंतु हमारे आजू-बाजू हम देखते हैं जो लोग निरुत्साह करते हैं. മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി അവരുടെ ഉത്സാഹത്തെ എല്ലാം കളയുന്നതാണ് കാണാൻ കഴിയുന്നത്. जो है आगे बढ़ने के लिए जो प्रोत्साहन करना, निरुत्साह नहीं प्रोत्साहन करने वाला हम देखते हैं. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. दूसरा राजा उसका दूसरा अध्याय भी हम देखते हैं. ഏലിയാവിന്റെ പിന്നാലെ തിരിച്ച എലീശയെ കുറിച്ച് നമുക്കറിയാം. एलिया के पीछे से गया हुआ एलिशा के बारे में. എലീശ ഏലിയാവിന്റെ പിന്നാലെ പോകുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. एलिशा एलिया के पीछे आने का एक उद्देश्य था. ആ ഏലിയാവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാ പോകുന്നത്. वो एलिया से कुछ प्राप्त करने के लिए एलिया गया. കാരണം ഏലിയാവിന്റെ ഈ ശുശ്രൂഷ തുടർന്ന് ചെയ്യേണ്ടത് എലീശയാ. क्योंकि जो है एलिया का जो काम है आगे जो सेवका ये करना एलिशा है. അപ്പോ ആ എലീശയ്ക്ക് ഏലിയാവിൽ നിന്ന് ചിലത് പ്രാപിച്ചാൽ മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. तो वो एलिया एलिशा से कुछ प्राप्त करेगा तो आगे कर सकता है. ഏലിയാവിന്റെ പ്രവർത്തികളെ വ്യക്തമായി മനസ്സിലാക്കിയാലേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. एलिया के काम से समझेंगे तो ही वो कर सकते हैं. അതുകൊണ്ട് ആ എലീശ ഏലിയാവിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. इसीलिए वो जो है एलिशा के पीछे जो एलिया जो है जाते जा रहा है. ഏലിയാവ് പലപ്പോഴും എലീശയോട് പറഞ്ഞു, ആമേ, നീ മടങ്ങിപ്പോക. तो कई बार जो है एलिशा ने एलिया को बोला कि तुम वापस जाओ. ആമേൻ. എന്നാൽ ഏലിയാവ് പറയുന്നത് അനുസരിക്കുവാൻ അല്ലെങ്കിൽ മടങ്ങിപ്പോകുവാൻ എലീശ തയ്യാറല്ലായിരുന്നു. तो जो है एलिया जो है बोल रहे वो सुनने के लिए ये तैयार नहीं था. കാരണം ആമേൻ, എലീശയ്ക്ക് ചിലത് പ്രാപിക്കാനുണ്ട്. क्योंकि एलिशा को कुछ प्राप्त करना था. ഏലിയാവാണ് എലീശയെ അഭിഷേകം ചെയ്തത്. क्योंकि एलिया है जो एलिशा को अभिषेक कर रहा है. എന്റെ ശുശ്രൂഷ തുടർന്ന് ചെയ്യേണ്ട നീയാണെന്നുള്ള ഒരു ബോധ്യം നൽകിയത് ഏലിയാവാണ്.
क्योंकि जो है ये बात दिया है करके वो बोझ जो है उनको है। അവൻ കൃഷിയിടത്തിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ മേലെ അഭിഷേകത്തിന്റെ ആ ചതറ് വീണത്. वो खेत में बैठने के समय जो है वो अभिषेक का चादर उस पे गिरा। അപ്പോ ആ അഭിഷേകത്തിന്റെ പുതപ്പ് അവന്റെ തലയിൽ വീണപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഈ ഏലിയാവിനെ പിന്തുടരുവാനുള്ളവനാ. तो जब भी वो अभिषेक जो है उसके ऊपर गिरने समय जो है वो समझते हैं कि ये एरिया जो है उनको देखना है करके। അപ്പോൾ ഏലിയാവിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കേണ്ടത് എലീശയ്ക്കുണ്ട്. तो एलिया के तब तक अंत तक के जो काम क्या है करके समझने का काम एलिशा का है। അതാണ് ഒരു ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ. वही एक सेवकाई का शुरुआत हम बोलेंगे। എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ്, मतलब सेवकाई के लिए उतरने से पहले ശുശ്രൂഷ നല്ല പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുക. जो है अच्छा जिनको जो है सीखा है उनके साथ रहना चाहिए। എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ ശോഭിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് പഠിക്കുക. मतलब सेवकाई में जो है जो अच्छा किया है उनके पास से सीख के समझ के करना। നമുക്ക് ദൈവവിളി ഉണ്ടായിരിക്കാം, हमको परमेश्वर का जो है बुलाहट होगा, നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ചിരിക്കാം, हम बाइबल में पढ़ा होगा, എന്നാൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്, परंतु जो सेवा कर रहे हैं व्यक्ति के नीचे पढ़ना मतलब ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ചിലത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് उस व्यक्ति से हम कुछ प्राप्त करने का मतलब നമ്മുടെ ശുശ്രൂഷയ്ക്ക് അത് അനുഗ്രഹമായി തീരും. हमारे जो है सेवा के लिए अनुग्रह रहेगा। അതാണ് ഒരു ആത്മീക ശുശ്രൂഷകന്റെ ലക്ഷണം. वही एक आत्मिक जो सेवक का जो है काम। നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട്, जब हम बाइबल कॉलेज पढ़ाई करके बोलते, അല്ലെങ്കിൽ എനിക്ക് ദൈവവിളി ഉണ്ടായെന്ന് പറഞ്ഞ് ये परमेश्वर को बुलाहट है करके बोलते, പെട്ടെന്നൊരു ദിവസം അങ്ങ് ശുശ്രൂഷയിൽ കയറി നിൽക്കുക എന്നുള്ളതല്ല. अचानक एक दिन जो है सेवा में खड़े होना ऐसा नहीं है। ആ ശുശ്രൂഷ എന്തെന്ന് പഠിക്കുക, हाँ, सेवा क्या है करके पढ़ना है, ആ ശുശ്രൂഷയെ കുറിച്ച് മനസ്സിലാക്കുക. वो सेवा के बारे में जो है समझना है। അതിന് ഒരു ദൈവദാസന്റെ കീഴിൽ ചില വർഷങ്ങൾ അഭ്യസിച്ചാൽ നന്നായിരിക്കും. तो उसके लिए हम परमेश्वर के चरणों में कुछ जो है हम अभ्यास करेंगे तो अच्छा है। ആ ദൈവദാസന്റെ ചില അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നന്നായിരിക്കും. परमेश्वर के दास का कुछ अनुभव हमें समझना है, അപ്പൊ നമ്മുടെ ശുശ്രൂഷ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് മനസ്സിലാകും. तो हमारी सेवा को कैसे आगे बढ़ाना है हमको समझेगा। അങ്ങനെ ഒരു ശുശ്രൂഷകന്റെ കൈക്കീഴിൽ ഇരിക്കുമ്പോൾ वैसे जो है एक सेवक के से अधीन रहने के समय ആ ദൈവദാസന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷയെ കുറിച്ചുള്ള ഒരു നല്ല ജ്ഞാനം ലഭിക്കാനിടയാണ്. परमेश्वर के दास में रहने के समय वो जो है सेवकाई हम कर सकते हैं। ഇത് മനസ്സിലാക്കിയ എലീശ वो समझा हुआ एलीशा ഏലിയാവിന്റെ പിന്നാലെ തന്നെ പോകാൻ തീരുമാനിച്ചു. एलिया के पीछे जाने लगा, അവന്റെ സകലതും വിട്ട് അവൻ ഇറങ്ങിയതാണ്. वो सब कुछ छोड़ के गया था। അങ്ങനെ തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചു. ഇത് അതിന്റെ അവന്റെ കൂടെ നിന്നവൻ വ്യക്തിയുടെ, അല്ലെങ്കിൽ അവനെ വിളിച്ച വ്യക്തിയുടെ ശുശ്രൂഷ അവസാനിക്കാറായിരിക്കുക. ये जो सेवा करने के समय उनको साथ में बुलाया व्यक्ति जो है उनके साथ उनके बुलाया व्यक्ति जो है उनसे सीखने के गया। ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഏലിയാവിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ പോകുക. അപ്പോ എലീശയുടെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുക. वो एलिया का सेवा जो है पूरा होने जा रहा है और ईशा का सेवकाई शुरू होने वाला അപ്പോ എലീശയ്ക്ക് അതുകൊണ്ട് അതിന്റെ അവസാനം എന്തെന്ന് മനസ്സിലാക്കി. है। इसीलिए एलिशा को उसका अंत क्या है समझना है। ഏലിയാവ് എലീശയോട് പറഞ്ഞു, एलिया जो एलिशा से कहा, എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇതാ പോവുക, मुझे जो बुलाया परमेश्वर जो जगह में जा रहा हूँ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ തങ്ങുക. इसलिए तुम यहीं पे रहना। നീ ഇവിടെ ഇരിക്കുക, എന്നെ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ദൈവം അയക്കുക. तुम यहीं पे रहना, परमेश्वर मुझे जो है दूसरे एक जगह में लेके जाएगा। എലീശ പറഞ്ഞത് അറിയാമോ? लेकिन पता है इन्हें क्या बोला? എലീശ പറഞ്ഞത്, असत नाही बरगड दरकार नाही आवश्यक नाही 10-15 जण मीटिंग जोडी नाही. हम उल्टा सबुदिन ऑपरेशन ಎಲ್ಲ കഷ്ടം. Praise the Lord. Praise the Lord. जरा ध्यान दीजिए, बीच में माइक अनम्यूट मत कीजिए. Praise the Lord. അപ്പോ നമ്മൾ ചിന്തിച്ചത് എലീശ ഇതാ തന്റെ ശുശ്രൂഷയെ ആരംഭിക്കാൻ പോവുക. तो हम देखा कि एलिशा जो अपने सेवाई कर रहे हैं, അപ്പൊ ഏലിയാവിന്റെ പിന്നാലെ തന്നെ എലീശ പോയിക്കൊണ്ടിരിക്കുക. एलिया के पीछे एलिशा भी जा रहा है। അപ്പൊ ഏലിയാവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് എലീശയുടെ ലക്ഷ്യമാണ്. तो एलिया से कुछ प्राप्त करना एलिशा का लक्ष्य है। ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ तो आगे का भी जिंदगी में ഏലിയാവ് തന്റെ കൂടെ ഇല്ല. एलिया उनके साथ नहीं है। അപ്പോ എലീശയ്ക്ക് ചെയ്തെടുക്കേണ്ട ചില പ്രവൃത്തികളുണ്ട്. तो एलिशा कुछ करने का काम है, അതുകൊണ്ട് എലീശ ഏലിയാവിന്റെ പിന്നാലെ തന്നെ പോകാൻ തീരുമാനിച്ചു.
एलीशा जो है एलिया के पीछे जाने लगा। ഏലിയാവ് പലപ്പോഴും പറഞ്ഞു ആമേൻ നീ ഇവിടെ തങ്ങുക, एलिया बहुत बार बोला कि तुम यहीं पे रहो, ആമേൻ എനിക്ക് മുന്നോട്ട് പോകുവാനുള്ളതാ. मुझे आगे जाना है करके। എലീശ പറഞ്ഞു ഞാൻ നിന്നെ വിടത്തില്ല, एलीशा बोला मैं नहीं छोड़ूंगा, കാരണം എനിക്ക് ചിലത് നിന്നിൽ നിന്ന് പ്രാപിക്കാനുണ്ട്, क्योंकि मुझे कुछ प्राप्त करना है, നിന്നിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. तुमसे कुछ सीखना है। എനിക്ക് നിന്റെ കൂടെ നടന്നാലേ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. तुम्हारे साथ चलेगा तो मैं वो कर पाएगा। അതാ ഞാൻ പറഞ്ഞത്, इसलिए मैंने कहा ഒരു പക്വതയുള്ള जो है ആത്മീകമായി ആമേൻ നന്മ പ്രാപിച്ച അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിച്ച आत्मिक से अनुग्रह प्राप्त किया हुआ, ശുശ്രൂഷയിൽ നല്ല പ്രാഗൽഭ്യമുള്ള सेवाई में अच्छा जो है कर सकते हो, ആമേൻ ശുശ്രൂഷ നല്ല രീതിയിൽ ചെയ്തെടുത്ത सेवा अच्छे से किया हुआ, ഒരു ദൈവദാസന് കൂടെ നിൽക്കുക എന്നുള്ളത്, परमेश्वर के दास के साथ रहने, ആ ദൈവദാസന് ചിലത് പഠിക്കുക എന്നുള്ളത്, तो परमेश्वर के दास से कुछ सीखना। അങ്ങനെ വരുന്ന വ്യക്തിക്ക് ശുശ്രൂഷയിൽ ശോഭിക്കാൻ പറ്റും. वैसे ही व्यक्ति जो आता है वो सेवाई में अच्छा कर सकते എന്ന് हैं। പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ചിലതെല്ലാം കണ്ടുപഠിക്കാനുണ്ട്. मतलब एक व्यक्ति से हमें कुछ देखना है और समझ सीखना है। ആ ദൈവവചനം അതാ നമ്മോട് പറയുന്നത്. परमेश्वर का वचन वही कहता है, നിങ്ങളെ നടത്തിയവരെ ഓർക്കുക, तुम्हें जो चलाया उनको याद करो, അവരുടെ ജീവ അവസാനം എന്തെന്ന് കണ്ട് उनका जिंदगी का अंत क्या है देखकर അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിക്കുക. उनका विश्वास के अनुसार करो। അപ്പൊ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് എലീശയ്ക്ക് ദൈവം നൽകിയത്. तो वैसा एक जो है सेवकाई एलीशा को मिला, മറ്റൊരു വ്യക്തിയുടെ കീഴിൽ നിൽക്കുക എന്നുള്ളത്. दूसरे व्यक्ति के अधीन में रहेगा। ഇന്ന് മറ്റൊരു വ്യക്തിയെ അനുസരിക്കുക, ആ വ്യക്തിയുടെ കീഴിൽ നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. आज तो जो एक व्यक्ति के अधीन में रहना या उनका सुनना ये बहुत मुश्किल ആ है, കാരണം എനിക്ക് ദൈവവിളിയുണ്ട്, क्योंकि मुझे जो है बुलाहट है, എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, मुझे जो है सब कुछ पता है, എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്, मैं सब कुछ समझता हूँ, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാം, इसलिए मैं सब कुछ कर सकता हूँ, എന്നെ ആരും ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല. मुझे कोई भी अगुवाई करने की जरूरत नहीं। അതാ അനേകർ ചിന്തിക്കുന്നത്. वही बहुत लोग सोचते हैं, പക്ഷെ അതല്ല, परंतु वो नहीं है। നമ്മളൊരു വ്യക്തിയുടെ കീഴിൽ നിൽക്കുക എന്നുള്ളത്, हम जो है व्यक्ति के अधीन में रहना ആ मतलब, വ്യക്തിയെ അനുസരിക്കുക എന്നുള്ളത് जो है व्यक्ति को सुनना मतलब നമ്മുടെ ശുശ്രൂഷയ്ക്കത് വലിയ അനുഗ്രഹമായി वो തീരും. हमारे सेवकाई के लिए बहुत अनुग्रह है। അതുകൊണ്ട് ആമേൻ എലീശ ഏലിയാവിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. इसीलिए एलीशा जो एलिया के पीछे आने का सोचा, എന്നാൽ ഏലിയാവ് നിർബന്ധപൂർവ്വം അവനെ പറഞ്ഞു വിട്ടില്ല. लेकिन वहां पे जो है वो जबरदस्ती करके वापस भेजा नहीं പക്ഷെ किया। എലീശയുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ കടന്നു വന്നു. परंतु एलीशा के जीवन में बहुत सारे प्रतिकूल आए। അവൻ കടന്നു പോകുന്ന ഓരോ സ്ഥലത്തും അവിടെ ചില ആൾക്കാരുണ്ട്. वो जाए हुए और एक सामने जो है कुछ लोग थे, അത് എരിഹോ ആയാലും ഗിൽഗാൽ ആയാലും എവിടെ പോയാലും അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. तो वो चाहे एरियो हो गिलगाल हो, जहां भी जाते वहां पे कुछ लोग होते। അവിടെ എല്ലാം 50-50 വീതം ഉള്ള ഒരു ബൈബിൾ കോളേജിന്റെ സ്റ്റുഡൻസ് അവിടെയുണ്ട്. तो वहां पे जो है 50 से ज्यादा बाइबल कॉलेज के बच्चे हैं। എന്ന് പറഞ്ഞാൽ ഏലിയാവ് വചനം പഠിപ്പിച്ച ചില ആൾക്കാർ അവിടെയുണ്ട്. मतलब एलिया ने जो वचन सिखाया कुछ लोग हैं। ആ സ്ഥലത്തെല്ലാം പോകുമ്പോൾ അവർ എലീശയെ ഒത്തിരി നിരുത്സാഹപ്പെടുത്താൻ ആരംഭിച്ചു. वो सब जन जो है एलीशा को जो है एलिया को निरुत्साह करने की कोशिश किया। എലീശയോട് അവർ പറയുന്ന ഒരു കാര്യം, एलीशा को एक बार उसने कहा, നിനക്കൊരു കാര്യം അറിയാമോ, मुझे पता है നിന്റെ യജമാനൻ ഇന്ന് നിന്നെ വിട്ടു പോകാൻ പോവുക, आज तुम्हारा मालिक तुमको छोड़ के जाने वाला है, നീ അവന്റെ പിന്നാലെ പോയിട്ട് നിനക്ക് എന്താ उसके ലഭിക്കാനുള്ളത്? पीछे आने से तुम्हें क्या मिलेगा? നീ ഇനി അവന്റെ പിന്നാലെ എന്തിനാ പോകുന്നത്? अभी तुम और उनके पीछे क्यों जा रहे हो? അവനെ ഇത് ദൈവം എടുത്തുകൊള്ളപ്പെടാൻ പോവുക, भविष्य उनको भी लेने वाले हैं, പിന്നെ നീ എങ്ങനെ മടങ്ങിപ്പോകും? कैसे तुम वापस जाओगे? അപ്പൊ എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, एलीशा की बात बोलते അത് हैं, എനിക്കറിയാം, मुझे पता है, നിങ്ങൾ മിണ്ടാതിരിക്കുക, तुम चुप बैठो, നിങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, तो वो बोल के फायदा नहीं है, നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് കാര്യമില്ല. तुम्हें इंसाफ करके फायदा नहीं है। പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, लेकिन मैंने एक तय किया है, ഞാൻ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കും. मैं उसके अनुसार ही करूंगा। അത് എന്തെന്ന് ചോദിച്ചാൽ, क्या है वो? तो ഏലിയാവിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കാനുണ്ട്. एलिया से मुझे कुछ प्राप्त करना है। ഒരിക്കൽ എന്റെ മേൽ വീണതായ ആ പുതപ്പ്, एक बार मेरे ऊपर गिरा हुआ वो चादर, ആ പുതപ്പിന്റെ അഭിഷേകം, वो चादर का अभिषेक അത് എനിക്ക് ഇനിയും അനുഭവിക്കണം. मुझे और अनुभव करना है। അത് അനുഭവിക്കാൻ വേണ്ടിയാ ഞാൻ പിന്നാലെ പോകുന്നത്. वो अनुभव करने के लिए पीछे जा रहा हूँ। നമുക്കറിയാം അവസാന സമയമെത്തി, हमें पता है अंत का समय हुआ, ഇതാ യോർദാനും കവിഞ്ഞു. योरदान ही पार हुआ। യോർദാനും കഴിഞ്ഞ് അക്കരെ ചെന്നപ്പോൾ योरदान भी जो है वापस जो है उस पार जाने समय ഏലിയാവ് പറയുക, ഇനി എനിക്ക് മുന്നോട്ടുള്ളത് ദൈവസേനയിൽ ചേർക്കപ്പെടുക എന്നുള്ളതാണ്. फिर जो है एलिया कहते हैं मैं अभी आगे जो है बात है वो परमेश्वर के चरणों में परमेश्वर के पास एक होने का। ഇനിയുള്ളത് ദൈവസേനയിൽ എന്നെ ചേർക്കപ്പെടാൻ പോവുക. अभी जो है वो है परमेश्वर चरणों में मेरे होने वाला। ഇത്രയും സമയം നീ എന്റെ കൂടെ നടന്നല്ലോ, तू इतना समय तो मेरे पीछे है, ഇനി നിനക്ക് എന്താ വേണ്ടത്? अभी क्या चाहिए? ഇനി നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിനക്ക് നൽകിയിട്ട് പോകാമെന്നൊരു വാഗ്ദത്തം അവിടെ നൽകപ്പെടുക. जो है तुम जो कुछ पूछेगा उसे वो देंगे करके एक वायदे के साथ वहाँ पे हो रहा है। എലീശയും ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഏലിയാവിന്റെ പിന്നാലെ പോയത്.
जो है एलिया भी जो है ऐसा ही जवाब मिलने के लिए उनके पीछे पीछे गया। അപ്പോ എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഏലിയാവിൽ നിന്ന് ചിലത് പ്രാപിക്കണം. तो जो है एलिशा को पता चला कि एलिया से कुछ प्राप्त करना है। ഇപ്പോ ഏലിയാവ് ചോദിക്കുക, നിനക്ക് എന്താ ഞാൻ ചെയ്തു अभी തരേണ്ടത്? एलिया पूछता है कि मैं तुम्हारे क्या करूँ करूँ। നോക്കിയേ, ഏലിയാവിന്റെ അവസാന സമയത്ത് देखिए एलिया का जो अंत के समय हो, ഏലിയാവ് പറയാ, ഞാൻ നിനക്ക് ചിലത് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. मैं तुम्हारे कुछ करके देना चाहता हूँ। അത് അവൻ പ്രാപിക്കുവാൻ വേണ്ടി എലീശ ഒരുക്കത്തോടെ നിന്നു. वो जो है प्राप्त करने के लिए जो है एलिशा तैयारी से रहा। നാം ആണെങ്കിൽ എന്ത് ചോദിച്ചേനെ? हमें तो क्या पूछते थे, എനിക്ക് നീ ഇതുവരെ നടത്തിയ ആ ബൈബിൾ കോളേജ് എല്ലാം എന്റെ പേരിലും एഴുതി വെക്കുക. तुमने अभी तक चला वो जो बाइबल कॉलेज में नाम पे लिखी, ഇതുവരെ നിന്റെ സമ്പത്തെല്ലാം എന്റെ പേരിലും എഴുതി अभी വെക്കുക. तक तुम्हारा संपत्ति है जो संपत्ति जो है मेरे नाम पे लिखो। എലീശ അതൊന്നും അല്ല एलिशा ആഗ്രഹിച്ചത്. कुछ भी नहीं पूछा, ഈ ലോകത്തിലുള്ള ഒരു കാര്യവും അവൻ ചോദിച്ചില്ല. ने कुछ भी चीजें नहीं पूछा। എനിക്കിനി മടങ്ങിപ്പോണം, मुझे जो है वापस जाना है, എന്റെ ശുശ്രൂഷ ആരംഭിക്കണം. मेरा जो है सेवा शुरू करना है। അതുകൊണ്ട് എനിക്ക് വേണ്ടത് നിന്റെ ഇരട്ടി പങ്ക് ശക്തിയാണ്. इसीलिए मुझे चाहिए वो है तुम्हारे से जो है 2 गुना जो शक्ति। അവൻ ദൈവത്തിൽ നിന്ന് ആത്മീകമായി പ്രാപിക്കാൻ ആഗ്രഹിച്ചു. परमेश्वर से आत्मिक से प्राप्त करना चाहता था, അതുകൊണ്ട് അവൻ അത് ലഭിക്കുവാൻ ഇടയായി. इसीलिए वो उसको मिला। ഏലിയാവ് പറഞ്ഞു, एलिया कहा പക്ഷെ അത് നിനക്ക് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. तुमको देना थोड़ा जो है मुश्किल काम लगता നീ है, ചോദിച്ചത് ഏറ്റവും കഠിനമായ വിഷയമാണ്. तुम बहुत कठिन जो है शब्द जो है पूछा है, എങ്കിലും അത് നിനക്ക് ലഭിക്കണമെങ്കിൽ लेकिन फिर भी तुम्हें वो मिलना है तो നീ എന്നെ ശ്രദ്ധിക്കണം, वही നീ എന്നെ കേൾക്കണം. तो है मुझे सुनना है, നീ എന്നെ ശ്രദ്ധിക്കണം, मुझे जो ध्यान देना है, എന്നെ നീ കാണണം. मुझे देखना है। എപ്പോഴാ? कभी ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ. जब मैं उठाया ले जाने से, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കണ്ടാൽ जब मैं उठाए जाने से मैं तुम मुझे देखते हो, നിനക്കത് ലഭിക്കും. तुम्हें मिलेगा। നോക്കിയേ, അവന്റെ ശ്രദ്ധ നോക്കിയേ. उसका जो ध्यान देखिए, എലീശയുടെ ശ്രദ്ധ ഇപ്പോ ഏലിയാവിലാണ്. एलिशा का ध्यान अभी एलिया पे है, ഏത് നിമിഷവും എടുക്കപ്പെടാം. कोई भी समय उठा लिया जाएगा। അവൻ കണ്ണടയ്ക്കാതെ ഏലിയാവിനെ ശ്രദ്ധിച്ചു वो നിൽക്കുക. जो आंखें बंद करे बिना वो एलिया को देखते रहेगा। ദൈവത്തെ ചിലത് പ്രാപിക്കണമെങ്കിൽ അങ്ങനെയാ. परमेश्वर से कुछ प्राप्त करने से भी ऐसा है। നമുക്കറിയാം. ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. हमें पता है परमेश्वर जो है प्राप्त करना है तो हमें वैसे ही बैठना होगा। അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ इसीलिए हम जब यूहन्ना का जो है पत्र पढ़ने അതിന്റെ 5-ാം അധ്യായം നമ്മൾ എങ്ങനെ വായിക്കുന്നു? उसका 5वां में ऐसे पढ़ते हैं, അവിടെ ഒരു കുളത്തിന്റെ കരയിൽ ചില രോഗികൾ കിടക്കുക. वहाँ पे हम देखते हैं कि वहाँ पे एक तालाब के यहाँ पे कुछ रोगी जो रोग में पड़े हुए लोग हैं। അവരുടെ ശ്രദ്ധ എന്തെന്ന് ചോദിച്ചാൽ उसका ध्यान क्या है पूछेंगे तो അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ളതല്ല, वहाँ पे कौन आ रहा है जा रहा है वो नहीं, ഇവിടെ ചുറ്റുപാട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതല്ല, या वहाँ पे आसपास जो हो रहा है वो नहीं। അവരുടെ ഊണിലും ഉറക്കത്തിലും അവർക്ക് ഒരേ ഒരു ശ്രദ്ധയേ ഉള്ളൂ, उनका जो है खाने के पीने के सभी सोने के समय सब एक ही ध्यान है, കുളത്തിലെ വെള്ളം എപ്പോൾ കലങ്ങും എന്നുള്ളതാണ്. जो है उस तालाब का पानी कब गिरेगा। കാരണം ചില സമയങ്ങളിൽ ആ കുളത്തിലെ വെള്ളം കലക്കുവാൻ ഒരു സ്വർഗദൂതൻ ഇറങ്ങി വരും. ये कुछ समयों में जो है वो स्वर्ग उतर कर आता है पानी को हिलाने के लिए। അപ്പൊ ആ ദൂതൻ എപ്പോ വരുമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ. तो स्वर्गदूत कब आएगा बस वही एक चिंता है। അവരുടെ ശ്രദ്ധ എവിടെ? വെള്ളത്തിലാണ്. उनका ध्यान कहाँ है? पानी में। അവരുടെ ആഹാരത്തിലല്ല അവരുടെ ശ്രദ്ധ, उनका जो है भोजन में नहीं है उनका അവരുടെ ध्यान, ഉറക്കത്തിലല്ല അവരുടെ ശ്രദ്ധ, उनका नींद में नहीं है उनका ध्यान, അവരുടെ വേറെ ഒരു കാര്യത്തിലുമല്ല അവരുടെ ശ്രദ്ധ. कोई चीजों में नहीं है उनका ध्यान, അവരുടെ ശ്രദ്ധ മൊത്തവും വെള്ളത്തിലാണ്. उनका ध्यान सिर्फ पानी में है। എന്തെന്ന് ചോദിച്ചാൽ क्यों पूछेंगे तो? ആ വെള്ളം ചില സമയങ്ങളിൽ കലങ്ങും. क्योंकि वो जो है पानी है कुछ समय में हिलेगा। ആ വെള്ളം കലങ്ങുമ്പോൾ അവിടെ ആദ്യം ഇറങ്ങുന്ന വ്യക്തിക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. वो हिलने समय पहला जो उतरता है उससे शांति मिलती है। അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ചിന്ത എന്തെന്ന് ചോദിച്ചാൽ इसीलिए वहाँ पे बैठे हुए सभी लोग का चिंता क्या है पूछने के എനിക്ക് समय ആദ്യം ഇറങ്ങണം, मुझे पहला उतरना है, എനിക്ക് ആദ്യം ഇറങ്ങണം. मुझे पहला उतरना है, ഞാൻ ആദ്യം ഇറങ്ങണമെങ്കിൽ मैं पहला उतरना है तो ഞാനത് ആദ്യം കാണണം. मैं पहले वो देखना चाहिए, ഞാൻ ആദ്യം കാണണമെങ്കിൽ मैं पहले देखना चाहिए, എന്റെ ശ്രദ്ധ വേറെ ഒരിടവും ആകാൻ പാടില്ല. मेरा ध्यान कहीं और नहीं रहना चाहिए। ഞാൻ ചിന്തിക്കുക, അവിടെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. अब मैं सोच रही कि बहुत सारी बातें हो रही ഇവിടെ है, പലരും വന്നും പോയി നിൽക്കുന്നുണ്ട്. अभी बहुत जन जो है आ रहे जा रहे ऐसा है, പക്ഷെ അവിടെയുള്ള എല്ലാ രോഗികളുടെയും ശ്രദ്ധ ആ കുളത്തിലേക്കാണ്. परंतु यहाँ पे जो जितने भी रोग में है उनका सभी लोग का ध्यान उस तालाब पर है കാരണം അവർക്ക് സൗഖ്യം പ്രാപിക്കണം. कि उनको जो है चंगा होना है। ഇന്ന് പകൽക്കാലവും आज सुबह भी ബെഥസ്ത കുളമാകുന്ന കർത്താവിലേക്ക് നമ്മളൊന്ന് നോക്കാമെങ്കിൽ वो बलिष्ठ तवाब जो है यीशु मसीह को देखेंगे, യേശുവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയും. यीशु मसीह हम प्राप्त कर सकते हैं। അവർ അതിനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവർക്ക് അത് ലഭിക്കാൻ ഇടയായിത്തീരുന്നത്. इसीलिए जो है वो बात वो जो हिलता है वो देखते ध्यान से बैठे हैं। എലീശ ഏലിയാവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ जैसा एलिया को एलिशा ने एकदम ध्यान से देखने के समय അവന് ആഗ്രഹിച്ചത് അവന് ലഭിക്കാൻ ഇടയാക്കി.
आग्रह किया, जो इच्छा किया वो उनको मिला। നോക്കിയ പലരും അവനെ നിരുത്സാഹപ്പെടുത്തിയതാ. सोच के देखिए, बहुत से जनों को निरुत्साह किया। അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അവനോട് പറഞ്ഞതാ. वहां पे जो आए सभी लोग उनको कह रहे थे, പോയ സ്ഥലങ്ങളിലെല്ലാം അവനോട് പറഞ്ഞതാ. गए हुए सभी जगह में जाके वो परमिशन। ഏലിയാവും പറഞ്ഞു. एलिया नहीं बोला, പക്ഷെ എലീശ തയ്യാറല്ലായിരുന്നു. लेकिन एलिशा नहीं जाना था। അതെ, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ हाँ, हम एक लक्ष्य की ओर जाने के നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന അനേക വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. निरुत्साह करने वाले बहुत सारे व्यक्ति लोग आएंगे। അനേകർ നമ്മെ നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം. अनेक लोग निरुत्साह करेंगे, അനേകർ നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. अनेक जन जो है हमें पीछे हटने की कोशिश करेंगे। എന്നാൽ നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ, बस हमें लक्ष्य प्राप्त करना है तो, നമ്മൾ ആഗ്രഹിച്ചത് ലഭിക്കണമെങ്കിൽ हमने जो इच्छा की वो प्राप्त करना है तो, നമ്മൾ നിരുത്സാഹത്തിന്റെ വാക്കുകളല്ല കേൾക്കേണ്ടത്. हम निरुत्साह का वचन नहीं सुनना है। നമ്മെ പിന്നിലോട്ട് വലിക്കുന്ന ആ വ്യക്തികളെ അല്ല നോക്കേണ്ടത്. हमें जो पीछे खींचे व्यक्ति को नहीं सोचे, ആ ക്രൂശിലേക്ക് നോക്കി നമ്മൾ മുന്നേറുക. वो क्रूस की ओर देखकर आगे बढ़ना है, ആമേൻ. കാരണം നമുക്ക് പ്രാപിക്കാനുള്ളത് അവിടുന്ന്. क्योंकि हमें जो प्राप्त करना है वहां से है। ആ ദൈവത്തെ ഒന്ന് പ്രാപിക്കാനുണ്ടെങ്കിൽ वो परमेश्वर से प्राप्त करना है तो, നമ്മൾ നമ്മുടെ ശ്രദ്ധയെ മറ്റു വ്യക്തികളിലേക്ക് തിരിക്കരുത്. तो हमारा ध्यान हमें किसी और पर नहीं रखना है। നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവരെ നമ്മൾ നോക്കരുത്. हमें जो निरुत्साह करते हैं उनको नहीं देखना है। നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന അനേകരുണ്ടാകും. निरुत्साह करने वाले बहुत जन होंगे, പക്ഷെ അതിനിടയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ബർന്നബാസുമാരുണ്ടാകും. वहां पर भी जो है हमें प्रोत्साहन करने वाले जो कुछ बरनबास हमें അതെ, दिखाई। ആമേ. രണ്ടാമത് ആ സഭയ്ക്ക് അനുഗ്രഹം ലഭിക്കാനുള്ള കാരണം, दूसरा वो कलीसिया को आशीष मिलने का जो कारण, ആമേൻ, അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനന്യാസ് ഉണ്ടായിരുന്നത്. जो है प्रोत्साहन करने वाले अनन्यास था। ആമേൻ. പ്രശ്നങ്ങളുടെ മധ്യേയും और समस्या के बीच में भी, പ്രതികൂലത്തിന്റെ മധ്യേയും प्रतिकूल के बीच में भी പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബർന്നബാസ് ഉണ്ടായിരുന്നു. प्रोत्साहन करने वाले बरनबास होना चाहिए। നോക്കിയേ, ആമേൻ. ഇവിടെ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, सोच के देखिए, यहाँ पे जो है 9वां अध्याय उसका 28 में पढ़ने के समय, ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. परंतु जो है बरबा उसे अपने साथ प्रेरितों के पास ले जाकर उनसे कहा कि हमने किस रीति से मार्ग में प्रभु को देखा और इसने इससे बात की और फिर दमिश्क में इससे कैसे हियाव यीशु के नाम को प्रचार किया। നോക്കിയേ, അവൻ ഈ ശൗലിനെ ഇപ്പോൾ യെരൂശലേം സഭയിലേക്ക് കൊണ്ടുവരിക. अभी शाऊल को जो यरूशलेम मंदिर में लेके आ रहे हैं, ഇവിടെ വരുമ്പോൾ അവരെല്ലാം പേടിച്ചിരിക്കുക. तो वो जो लेके आने से सभी लोग डरे हुए हैं। യെരൂശലേമിലുള്ള എല്ലാ ശിഷ്യന്മാരും പേടിച്ചിരിക്കുക. यरूशलेम के सभी लोग जो डरे हुए हैं। പൗലോസിനെ, ഈ ശൗലിനെ ഏറ്റുകൊള്ളാൻ അവർക്ക് താല്പര്യമില്ല. जो है ये जो है इनको पौलुस जो है उनको लेने के लिए उनको इच्छा नहीं है। ഇവൻ ഒരു ശിഷ്യനെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ये एक शिष्य है करके उनको विश्वास नहीं हो रहा है। 26-ാം വാക്യം അതാ പറയുന്നത്. जो है 26 आयत में यही लिखा है, അവനൊരു ശിഷ്യനെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. वो एक शिष्य करके विश्वास नहीं हो रहा है। എല്ലാവരും അവനെ പേടിച്ചിരിക്കുക. सब लोग से रखे हैं। കാരണം എന്തെന്നറിയാമോ? क्यों पता है? ചില ദിവസങ്ങൾ മുൻപ് വരെ कुछ दिन पहले तक സഭയെ ഉപദ്രവിച്ചാണ്. जो है कलीसिया को जो है उपद्रव किया हुआ है। ജനത്തെ കൊല്ലുവാനുള്ള അധികാരപത്രം അവന്റെ കയ്യിലുണ്ട്. वो जो है लोगों को मारने का वो अधिकार पत्र उसके पास है। ഈ ശൗൽ എന്ത് ചെയ്താലും ആരും അവനെ ചോദ്യം ചെയ്യത്തില്ല. ये शाऊल क्या करता है, ये जो देश में कोई भी उन्हें जो है कोई सवाल नहीं करेंगे, കാരണം അവന്റെ കയ്യിൽ ഒരു അധികാരപത്രം, क्योंकि उनके पास एक अधिकार पत्र है। അധികാരികൾ എഴുതി കൊടുത്ത ഒരു പേപ്പർ അവന്റെ കയ്യിലുണ്ട്. अधिकारियों ने उसके लिख के दिया पेपर है। ആരവനെ ചോദ്യം ചെയ്താലും അവന് കാണിക്കുവാനുള്ള ഒരു പ്രൂഫ് അവന്റെ കയ്യിലുണ്ട്. कोई भी उनको पूछेगा तो उनको दिखाने के लिए एक सबूत है। ആമേൻ. അതുകൊണ്ട് അവൻ ഭയപ്പെടാതെ മുന്നേറിയവനാണ്. इसीलिए वो डरे बिना आगे बढ़ा हुआ है। ക്രിസ്തു മാർഗത്തിൽ ആമേൻ നടക്കുന്ന എല്ലാ വ്യക്തികളെയും കൊല്ലുവാൻ വേണ്ടി പദ്ധതിയിട്ടവൻ. तो वहाँ पे जो मसीह लोगों को मारने के लिए हर तरीके का जो है जो सोच किया है। പെട്ടെന്ന് ഒരു ദിവസം അവന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? तो अचानक एक दिन जो है मसीह का होने से कैसे विश्वास करेगा? പെട്ടെന്ന് ഒരു ദിവസം അവൻ ആള് മാറി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? जो है एक अचानक एक दिन उनको जो है बदल दिया करके बोलते कैसे होगा? അതുകൊണ്ട് അവരെ കൂട്ടത്തിൽ ചേർക്കുവാൻ അവർ താല്പര്യപ്പെട്ടില്ല. इसीलिए उनको समूह में लेके आने के उनको नहीं लगा। എന്നാൽ ഈ ബർന്നബാസ് അവനെ യെരൂശലേമുകാർക്ക് പരിചയപ്പെടുത്തിയ, परंतु ये बरनबास जो इस्राएल के लोगों को जो है समझा रहे हैं। ആമേൻ. യെരൂശലേം സഭയോട് ആമേൻ പറയുകയാണ്, यरूशलेम जो है कलीसिया से कह रहा है, ആമേൻ, ഇവൻ ഇന്നലെ വരെ നടന്ന വ്യക്തിയല്ല. ये व्यक्ति अभी तक जो है चला वैसे व्यक्ति नहीं है। ഇന്ന് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. आज उनके जीवन में बहुत बड़ा जो है बदलाव हुआ है। പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ചും ഇങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. प्रिय लोग, हमारे बारे में ऐसे गवाह हमारे होना चाहिए। ഇന്നലെ വരെ നടന്ന വ്യക്തി ആകരുത് ഇന്ന്.
जो अभी तक जो चला वैसा व्यक्ति नहीं होना നമ്മുടെ चाहिए। ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. हमारे जीवन में एक बदलाव जरूरी है। ഓരോ ദിവസവും മാറ്റം ആവശ്യമാണ്. एक एक दिन जो है वो बदलाव होना चाहिए। ഓരോ ദിവസവും കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും एक एक दिन जो परमेश्वर से प्राप्त करने का കർത്താവിന്റെ സ്വഭാവത്തോടുകൂടെ അനുരൂപപ്പെടുകയുമാണ് വേണ്ടത്. और परमेश्वर के जो है जो स्वभाव है हमें होना है। ആമേൻ. ഇവിടെ പറയുന്നത് ബർന്നബാസ് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് സഭയ്ക്ക് പരിചയപ്പെടുത്തുക. यहाँ बोलते कि बरबस जो है वो उनको जो है कलीसिया में लेकर आके परिचय कर रहा है। നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുള്ള വ്യക്തിയല്ല ഇന്ന്. सोचा व्यक्ति ऐसा नहीं है। ഇന്ന് ഇവൻ ആള് മാറിയിരിക്കുക. आज ये बदल गया है। ഇന്നലെ വരെ ഉപദ്രവിക്കാനായിരുന്നെങ്കിൽ जो है कल तक जो है उपद्रव था, ഇന്നു മുതൽ ഉപദ്രവം ഏൽക്കുവാനുള്ളവനായി മാറിയിരിക്കുക. आज उपद्रव जो है वो खुद प्राप्त करने तैयार है। എങ്ങനെയെന്ന് ചോദിച്ചാൽ क्या जो है कैसे करके पूछे ഇവൻ വഴിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുക. वो रास्ते परमेश्वर देखा हो। ആമേൻ. വഴിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയിരിക്കുക. वो जो है परमेश्वर को देखा है। അങ്ങനെ ഇവന്റെ ജീവിതം മാറിയിരിക്കുക. ऐसा इस व्यक्ति का जीवन जो बदल गया है। അതുകൊണ്ട് നിങ്ങൾ ഇവനെ ഭയപ്പെടേണ്ട. इसे तुम इनको जो डरना नहीं है। ആമേൻ. നമ്മൾ മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ये सोचेंगे तो പിന്നെ ഈ ബർന്നബാസ് അല്ല അവിടെ കാണുന്നത്. फिर बरनबास एक नए नए हमें दिखते हैं। ബർന്നബാസ് പരിചയപ്പെടുത്തിയ ഈ ശൗലാണ് ആമേൻ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. जो है बरनबास ने तैयार किया है वो सभा के लिए खड़े हो रहा है। ആമേൻ. ഇപ്പോ ഈ പ്രസിദ്ധനായി തീർന്നത് ഈ പൗലോസാ. अभी जो प्रसिद्ध हुआ है पौलुस है। എന്നാൽ നമ്മൾ എവിടെയും കാണുന്നില്ല ഈ ബർന്നബാസ് അത് ശൗലിന് വിരോധമായി നിന്നത്. और लेकिन हम कहीं पर भी नहीं देखते कि जो है यहाँ पर बरनबास के जो विरोध में कहीं खड़ा हुआ करके। ശൗലിന് വിരോധമായി ഒരിക്കലും ബർന്നബാസ് നിന്നില്ല. शाऊल के विरोध में बरनबास कभी नहीं खड़ा हुआ। ആ കാരണം ബർന്നബാസ് തന്റെ പ്രവൃത്തി ചെയ്തു. ये बरनबास ने अपना काम किया। ആമേൻ. ശൗൽ പ്രസിദ്ധനായി തീർന്നു. शाऊल प्रसिद्ध हुआ। ആമേൻ. ശൗലിനെ കുറിച്ച് മാത്രമേ പിന്നെ സംസാരമുള്ളൂ. फिर शाऊल के बारे में बात हो रहा था। അപ്പോ ആമേൻ ഈ ശൗലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ फिर शाऊल की बात करने समय ബർന്നബാസ് എവിടെയും വിഷമിച്ചതായിട്ട് കാണുന്നില്ല. तो वहां पर कहीं पर ही बरनबास जो है उदास होकर के नहीं देखते। ഒന്ന് ചിന്തിച്ച് ആമേൻ നമ്മൾ ഈ ബർന്നബാസിനെ പോലെയാണോ? तो हम जरा सोच के देखेंगे हम इस बरनबास के समान है। ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തി, मैंने जो पहचान दिया व्यक्ति, ഞാൻ കൊണ്ടുവന്ന വ്യക്തി, मैंने जो लेके आए व्यक्ति, അവൻ എന്നെക്കാളും കുറച്ച് പ്രസിദ്ധനായാൽ वो जो है मुझसे जो अगर प्रसिद्ध हुआ तो നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്ത എന്തായിരിക്കും? हमारा चिंता मन कैसा होता है? ആമേൻ. നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? हम क्या सोचते हैं? ഞാനാണ് അവനെ കൊണ്ടുവന്നത്. मैं उनको लेकर आया। ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. नहीं होगा तो क्या देखते थे? ഞാനില്ലെങ്കിൽ ഇവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമായിരുന്നു. अगर नहीं होता तो उनका अवस्था कैसा दिखता था? ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. मैं जो लेके आया इससे ऐसा हुआ। ആമേൻ. നമ്മൾ 4 പേരോട് അത് പറഞ്ഞേനെ. हम जो है वो 4 जन को जाके बोलते थे, എന്നാൽ ഈ ബർന്നബാസ് ആരോടും പറഞ്ഞില്ല. परंतु बरनबास किसी को जाके नहीं बोला കാരണം അവന്റെ ശുശ്രൂഷ അവൻ ചെയ്തെടുത്തു. कि उनका सेवा का उन्होंने किया। നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ പേരൊന്ന് പ്രസിദ്ധമാകണം. हम हमेशा चाहते हैं कि हमारा नाम जो जरा प्रसिद्ध हो जाए। നമ്മെ കുറിച്ച് 4 പേര് സംസാരിക്കണം. हमारे बारे में जो है 4 लोग बात करना है। ആരും പറഞ്ഞില്ല എങ്കിലും നമ്മൾ എടുത്ത് ചോദിക്കും. कोई बोलेगा इसमें हम करेंगे। ഒരിക്കൽ ആമേൻ ഞാനൊരു സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനിടയായി. एक बार एक जूम मीटिंग में जुड़ा था ചില വർഷങ്ങൾക്ക് മുമ്പ്. बहुत साल पहले। അപ്പോ ആമേൻ ആ സൂം മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വന്ന ഒരു ദൈവദാസനെ എനിക്കറിയാം. वहाँ पे जो है वचन देने के लिए जो प्रभु का दास है उनको मैं जानता हूँ। ആമേൻ. അദ്ദേഹം ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. वो और में अच्छा फ्रेंडशिप है। ആ മെസ്സേജ് കഴിഞ്ഞു. ആമേൻ. ചില മണിക്കൂർ കഴിഞ്ഞു അദ്ദേഹം എനിക്ക് കോൾ ചെയ്തു. मैसेज हो गया, कुछ समय हो गया, फिर उन्होंने मुझे जो है कॉल किया। ആമേൻ. അദ്ദേഹം കോൾ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു. कॉल किया और जो है जवाब ये था, ആ ദൈവദാസനെ എന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ എന്നെ ഫോൺ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. तो बोला कि परमेश्वर दास मुझे लगा मैं जैसे ही मेरा जो वचन हो जाएगा आप मुझे कॉल करेगा, കാരണം എന്റെ പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾ നല്ല അഭിപ്രായം പറയും എന്നാണ് ഞാൻ ചിന്തിച്ചത്. क्योंकि मेरे जो है वचन दिया है उसके बारे में आप लोग अच्छा अभिप्राय बोले करके मुझे लगा। അദ്ദേഹം അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. उन्होंने ऐसे सोचते बैठा, പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല. मतलब मैंने कॉल करके അതുകൊണ്ട് बोला, അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു. इसलिए उन्होंने मुझे कॉल किया। എന്നിട്ട് ചോദിച്ചു എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു. उन्होंने पूछा कि उनका जो है वचन आज दिए कैसा था करके। ഞാൻ പ്രസംഗിച്ചതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. मैंने जो वचन दिया उसके बारे में कुछ बोला नहीं। ആമേൻ. ഞാൻ ചിന്തിക്കാനിടയായി. तो मैं पूछने लगा, ആമേൻ. ആ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചതാണോ ദൈവം അദ്ദേഹത്തിന് കൊടുത്തതാണോ? तो वो जो फसह उन्होंने जो है प्राप्त किया या फिर जो है परमिशन दिया है क्या? അപ്പൊ അദ്ദേഹത്തിന് 4 പേര് വിളിച്ചൊന്ന് നിങ്ങളുടെ പ്രസംഗം കൊള്ളാം എന്ന്, അതായത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൊരു കംപ്ലൈന്റ്. क्योंकि जो है वहाँ पे कंप्लेन नहीं आया कि मैंने उनको नहीं बोला करके। എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന ഒരു സന്ദേശം നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു എന്നേ ഉള്ളൂ. मतलब ये कि जो परमेश्वर दिया संदेश में दूसरे को बोला है। ഇപ്പോ ദൈവം എനിക്ക് തന്നതായ ഒരു സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ परमेश्वर जो दिया वो आप लोगों को बोलने के समय ഞാൻ വെറും ഒരു മീഡിയേറ്ററാണ്.
में सिर्फ एक जो है बिचवाई है, എന്ന് പറഞ്ഞാൽ അത് എന്റെ കഴിവോ മിടുക്കോ കൊണ്ടല്ല, क्योंकि मेरे जो कुछ कार्य की वजह से नहीं है, ദൈവം തന്നതാണ്. परमेश्वर ने दिया है। അപ്പൊ ദൈവം തന്നത് ആമേൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകരുമ്പോൾ तो जो परमेश्वर दिया है दूसरों के जीवन में बांटने के समय, അവിടെ ദൈവനാമം മഹത്വം എടുക്കേണ്ടത്. वहाँ परमेश्वर का नाम की महिमा होती है। ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്റെ മെസ്സേജ് നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ वहाँ पे जो है मेरा में से अच्छा है करके बोलने के समय അവിടെ ദൈവനാമം മഹത്വം എടുക്കണം. और परमेश्वर के नाम की महिमा അത് होती है। ദൈവം തന്നതാണ്, परमेश्वर के नाम की महिमा होती है। പരിശുദ്ധാത്മാവാണ് തന്നത്. जो पवित्र आत्मा हमको दिया है, ആമേൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാ, हम प्रोत्साहन करते हैं, अच्छा है, ചോദിച്ചു മേടിക്കുന്നത് ശരിയല്ല. लेकिन जो है पूछ के लेना अच्छा नहीं है। ചോദിച്ചു മേടിക്കുക. पूछ के लेते हैं അപ്പോൾ ആ ചോദിച്ചു മേടിക്കുക എന്നുള്ളത് അത് എന്റെ മിടുക്ക് അവിടെ വെളിപ്പെടുക तो वहाँ पे जो है पूछ के लेना, वहाँ पे दिखता है कि हम कितने എന്ന് जगह, പറഞ്ഞാൽ ഞാനാണ് പ്രസംഗിച്ചത്. मतलब मैंने वचन दिया അപ്പൊ ദൈവം അല്ല തന്നത്. तो परमेश्वर ने वचन नहीं दिया। ഞാൻ പറയുന്നത് ദൈവം തരുമ്പോൾ मैं कहता हूँ कि जो परमेश्वर देने के समय അത് ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കുക. परमेश्वर के लिए महिमा दो। ആമേൻ എന്നോട് ചിലര് ആമേൻ മെസ്സേജ് ഇടാറുണ്ട്. कुछ लोग मुझे मैसेज डालते हैं, ആമേൻ അവിടെ ഞാൻ എന്റെ മിടുക്കല്ല പറയുന്നത്. तो वहाँ पे मैं अपना गुण नहीं बताता हूँ, ഞാൻ പറയും അത് ദൈവം തന്നതാ. मैं कहता हूँ कि परमेश्वर ने दिया है। ആമേൻ അത് എന്റെ കഴിവോ മിടുക്കോ കൊണ്ടല്ല, मेरा जो है अभिलाष है मेरे लिए नहीं है, അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാൻ പ്രസംഗിച്ചതാണെന്ന് പറയുവാനല്ല, तो जो है मैंने इतना जो वचन दिया, ये वचन दिया बोलने के नहीं ഞാൻ है, ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പറ്റിയതെന്നല്ല. जो है इतना मैं जो है परमेश्वर के सामने करके, ആമേൻ ഇത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു എന്നല്ല, मैं इतना प्रार्थना के इसके लिए मेरे को मिला ऐसा नहीं है, ദൈവം തന്നതാ. परमेश्वर ने दिया है। ആമേൻ ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നല്ല, मैंने प्रार्थना नहीं की ऐसा नहीं है, ഞാൻ പ്രാർത്ഥിച്ചു. मैंने प्रार्थना किया, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ पवित्र आत्मा का वो प्रेरणा, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അത് തന്നില്ല എങ്കിൽ या पवित्र आत्मा मुझे नहीं दिया है तो എനിക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. मैं ऐसा नहीं बोल पाऊंगा। അപ്പൊ പരിശുദ്ധാത്മാവ് തന്നത് കൊണ്ടാണ് ഇന്ന് അങ്ങനെ സംസാരിച്ചതെന്നുള്ളത് നമ്മൾ तो മനസ്സിലാക്കണം. पवित्र आत्मा ने दिया है इसीलिए मैं बोल रहा हूँ करके समझना चाहिए, അല്ലാതെ അവിടെ നമ്മുടെ മിടുക്കെന്നല്ല. नहीं तो वहाँ पे मैंने बहुत बढ़िया कि ऐसा नहीं है, ആമേൻ അത് ദൈവത്തിന്റെ കൃപയാ. परमेश्वर का अनुग्रह था, അത് ദൈവത്തിന്റെ കൃപയാ. परमेश्वर का अनुग्रह था, ദൈവം പകരുന്ന കൃപയാലാണ്. परमेश्वर दे रहे अनुग्रह था। ആമേൻ നമ്മളല്ല അവിടെ ഉയരേണ്ടത്, हम वहाँ पे नहीं बढ़ना चाहिए, ദൈവനാമം ഉയരണം. परमेश्वर का नाम बढ़ना चाहिए। അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത് इसीलिए बपतिस्मा देने वाला यूहन्ना कहता है ഞാനോ കുറയണം मैं घटना चाहिए, അവനോ വളരെയണം. वो बढ़ना चाहिए। യേശുവിനെ കുറിച്ചുള്ള ചില വാർത്തകൾ കേട്ടപ്പോൾ यीशु मसीह के बारे में कुछ वचन सुनने के समय യോഹന്നാൻ പറഞ്ഞ മറുപടിയാ. यूहन्ना ने दिया जवाब ये है, ആ യേശു സ്നാനപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ, यीशु मसीह जो है बपतिस्मा लेने के लिए आए करके बोलने के समय, യേശു സ്നാനം കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ, यीशु मसीह जो बपतिस्मा देने वाले करके ആ യേശു ചിലതെല്ലാം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ, कुछ कर रहे करके देखने सुनने के समय, യോഹന്നാൻ ചെയ്യാത്ത ചില അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ, यूहन्ना नहीं किया और जो कुछ अद्भुत काम यीशु मसीह किया करके सुनने के समय, യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞ എന്തെന്നറിയാമോ? यूहन्ना ने शिष्यों को बताया क्या कहा, അവൻ ഞാനോ കുറയണം അവനോ വളരെയണം. मैं घटना चाहिए वो बढ़ना चाहिए। ഒരിക്കലും യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, एक बार यीशु मसीह के शिष्यों ने आके यीशु मसीह कहा, കർത്താവേ വേറെ ചിലർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്, अब यीशु मसीह यहाँ पे कुछ लोग ऐसा काम कर रहे हैं, നീ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, जो काम करे वो लोग वो लोग भी करने के लिए ഞങ്ങൾ പോയി അവനെ വിലക്കട്ടെ എന്ന് ചോദിച്ചു. कि उनको रोको क्या, ആ പ്രൈസലോട് അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാ, वो हमारे लिए सिर्फ है, വേറെ ആരും ചെയ്യാൻ പാടില്ല. और कोई करना नहीं चाहिए। അപ്പൊ യേശു പറഞ്ഞത് यीशु मसीह ने कहा നിങ്ങൾ അവരെ വിലക്കുകയല്ല ചെയ്യേണ്ടത്, उनको नहीं रोकना चाहिए, അവർ ചെയ്യട്ടെ, वो करने दो, അവർക്ക് ലഭിച്ചതിനനുസരിച്ച് അവർ ചെയ്യട്ടെ. उनको जो मिला उसके अनुसार करने दो। അതെ മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരും. हमेशा दूसरे लोगों को प्रोत्साहन करने वाले होना चाहिए, ആമേൻ. മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തിയല്ല. दूसरे को निरुत्साह करने वाले नहीं। അതെ പ്രൈസലോട് യോഹന്നാൻ അതാ പറഞ്ഞത്, यूहन्ना यही कहता है യേശു വളരണം. यीशु मसीह बढ़ना है। യേശു എന്നെക്കാളും ഒരു 6 മാസം എളുപ്പമുള്ളവനാ. यीशु मसीह हो सकता है कि 6 महीने छोटे हैं, ഞാനാണ് സ്നാനപ്പെടുത്തിയത്, मैंने उनको बपतिस्मा दिया है, അതുകൊണ്ട് എന്റെ കീഴിൽ തന്നെ നിൽക്കണം, तो उसमें मेरे अधीन में रहना है, വളരരുത്, बढ़ना नहीं है, മുന്നോട്ട് പോകരുത് आगे नहीं जाना है। എന്നല്ല അവിടെ യോഹന്നാൻ പറഞ്ഞത്. ऐसे नहीं कहा यूहन्ना ने, എന്റെ ശുശ്രൂഷ ഇത്രയാണ്. मेरा सेवा इतना है, എന്റെ ശുശ്രൂഷ ഞാൻ ചെയ്തെടുത്തു. मेरा सेवा मैंने कर लिया है, എന്റെ ശുശ്രൂഷ എന്നുള്ളത് मेरा सेवा ही है യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാ. यीशु मसीह को दुनिया को बताने के लिए, യേശുവിന് വേണ്ടി
വഴി ഒരുക്കുക എന്നുള്ളതാണ്. यीशु मसीह के लिए मार्ग तैयार करना है। ആമേൻ. ആ വഴി ഞാൻ തടസ്സം നിൽക്കുന്നവനായി തീരരുത്. वो जो मार्ग का हमें मुझे अड़चन नहीं होना है। യേശുവിന്റെ ആമേൻ വഴിയെ തടസ്സം ചെയ്യുന്ന വ്യക്തിയായി തീരരുത്. यीशु मसीह का जो रास्ता को रोकने वाला नहीं बनना है। യേശുവിനെ ആമേൻ വഴി തുറന്നു കൊടുക്കുന്ന വ്യക്തിയായി തീരുക. यीशु मसीह को रास्ता खोलने वाला बनना है। ആമേൻ. അവൻ അവന്റെ ശുശ്രൂഷ അവിടെ ചെയ്തു തീർത്തു. वो उनका सेवकाई वहाँ पे करके खत्म किया। യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. यीशु मसीह अपना काम शुरुआत അതെ, ഒരാളുടെ പ്രവൃത്തി അവിടെ തീരുമ്പോൾ एक दिन का वहाँ पे काम खत्म होने के बाद അടുത്തൊരു വ്യക്തി അവിടെ ഉയർത്തെഴുന്നേൽക്കുക, दूसरे व्यक्ति वहाँ पे जो है അടുത്ത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. दूसरा सेवा होने के അപ്പൊ लिए യേശു ആ പ്രവൃത്തി ചെയ്തപ്പോൾ यीशु मसीह को काम करने के समय യോഹന്നാന് വിഷമം ഉണ്ടായില്ല. यूहन्ना को बुरा नहीं लगा। യോഹന്നാന് ആരോടും കുറ്റം പറഞ്ഞില്ല. यूहन्ना किसी को जाके जो है कंप्लेंट नहीं दिया। യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, यूहन्ना ने व्यक्ति कहा ഞാൻ കുറയണം, मैं घटना चाहिए, അവൻ വളരണം. वो बढ़ना चाहिए। നമ്മുടെ ജീവിതത്തിലും हमारे जीवन में भी യേശു വളർന്നു കഴിഞ്ഞാൽ यीशु मसीह को बढ़ते हैं, നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. हम दूसरों को प्रोत्साहन करेंगे। നാം കുറയണമെന്ന് ചിന്തിച്ചാൽ, हम घटने करके सोचते हुए അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, इसलिए पौलुस कहता है നിങ്ങൾ സ്വന്തം ഗുണമല്ല हम अपना गुण नहीं മറ്റുള്ളവരെ ഗുണം കൂടെ നോക്കണം. दूसरे का गुण भी देखना है। നമ്മൾ പലപ്പോഴും നോക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളാണ്. हम हमेशा दूसरों की कमी देखते हैं, മറ്റുള്ളവരുടെ കുറവുകളെ നോക്കുന്നത്. दूसरी कमी देखते हैं। ആമേൻ. വചനം പറയുന്നത് वचन कहता है നമ്മൾ മറ്റുള്ളവരുടെ ഗുണം നോക്കണം. हम दूसरे गुण देखना है, നമ്മെക്കാളും അവർ ശ്രേഷ്ഠരെന്ന് എണ്ണണം. हमसे वो श्रेष्ठ करके गिनना है। കഴിയുന്നുണ്ടോ? हो सकता है क्या? ആമേൻ. ദൈവ പൈതലിന് കഴിയുന്നുണ്ടോ? भविष्य के लोगों को होता है क्या? ദൈവ മക്കൾക്ക് കഴിയുന്നുണ്ടോ? भविष्य के संतानों को होता है, ദൈവദാസന്മാർക്ക് കഴിയുന്നുണ്ടോ? के दासों को होता है। ആമേൻ. ഞാനല്ല, मैं नहीं, ആ വ്യക്തി വളരണം. वो व्यक्ति बढ़ना है। അവൻ എന്നെക്കാളും ശ്രേഷ്ഠനാണ്. वो व्यक्ति जो है मेरे से भी श्रेष्ठ है। എനിക്ക് ലഭിച്ച കൃപയല്ല അവന് ലഭിച്ചിരിക്കുന്നത്. मेरे को मिला अनुग्रह नहीं उनको मिला है, ആമേൻ. അവന് ലഭിച്ചിരിക്കുന്ന വേറൊരു ശുശ്രൂഷയാണ്. उनको दूसरा एक सेवक ही मिला है, അതുകൊണ്ട് അവൻ ചെയ്യട്ടെ. इसलिए वो करने दो। ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, प्रार्थना करना है, പ്രോത്സാഹനം കൊടുക്കാം प्रोत्साहन करना है। എന്നാണോ നമ്മുടെ ചിന്ത? ऐसा मेरा चिंता है क्या? അതോ ഞാൻ ചെയ്യാത്തത് മറ്റൊരു വ്യക്തി ചെയ്യരുതെന്നാണ്? फिर मैं जो नहीं किया वो दूसरे नहीं करना है क्या? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മാറണം. वैसे तो हमें जो है बदलना है, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു മാറ്റം ആവശ്യമായിരിക്കുക. हमारे जीवन में जो बदलाव जरूरी है। എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, मैं जो नहीं कर पाया, എന്നെ കൊണ്ട് കഴിയാതിരുന്നത് जो नहीं कर पाया, മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ, दूसरे व्यक्ति करने के समय, മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ व्यक्ति को प्राप्त होने समय നമ്മൾ സന്തോഷിക്കണം. हमें खुश होना है, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, फिर प्रार्थना करना, അവരെ പ്രോത്സാഹിപ്പിക്കണം, प्रोत्साहन करना, അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. उनको आगे बढ़ाना है। അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമാവും. करने के समय हमें अनुग्रह मिलता है, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരാൻ കഴിയുന്നത്. वैसा हम करने के समय हम बढ़ पाते हैं। മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരും. दूसरों को बढ़ाने समय हम बढ़ते हैं, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കും. दूसरों को प्रोत्साहन करने समय हमें प्रोत्साहन मिलता ഈ है। ലോകം നമ്മെ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിലും प्रोत्साहन नहीं करता है, ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കും. परमेश्वर प्रोत्साहन करता है, ദൈവം നമ്മെ വളർത്തും. परमेश्वर हमें बढ़ाता है। അതുകൊണ്ട് ഈ इसीलिए ദിവസങ്ങളിൽ इन दिनों में നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരാം. हम औरों को प्रोत्साहन करने वाले होने चाहिए। എന്റെ കാലും മറ്റൊരു വ്യക്തി ശ്രേഷ്ഠനെന്ന എണ്ണ, मेरे से भी बढ़कर दूसरा व्यक्ति करके सोचने के लिए होने അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ये परमेश्वर का वचन हमें सिखाता है। യേശു പഠിപ്പിച്ചതും അതാണ്. यीशु मसीह भी यही सिखाया, നമ്മൾ താഴ്മയുള്ളവരായി തീരുക. हम जो दीन होना चाहिए। നമ്മൾ എത്രത്തോളം താഴ്മയുള്ളവരായി തീരുമോ जितना दीन होंगे എത്രത്തോളം ദൈവം നമ്മെ ഉയർത്തും. उतना परमेश्वर में उठाएंगे, അത്രത്തോളം ദൈവം നമ്മെ ഉയർത്തും. उतना परमेश्वर में उठाएंगे। ദൈവവചനം അതാ പറയുന്നത്. वचन ये कहता है തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. जो है खुद अपने आप को जो घटाता है वो बढ़ाया जाएगा। ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. जो परमेश्वर जो बड़ा करता है उसके विरोध में है, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. और जो अपने आप को नीचा करता है उसके लिए अनुग्रह है। അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ इसके लिए परमेश्वर का अनुग्रह मिलना है, तो നമ്മൾ താഴ്ന്നു കൊടുക്കണം. हमें थोड़ा दीन होना है। ശൗല് എല്ലാരെക്കാളും നല്ല പൊക്കമുള്ളവൻ, शाऊल जो है सब लोगों से लंबा था, എന്നാൽ ശമൂവേൽ പൊക്കം കുറഞ്ഞവൻ. परंतु शमूएल जो है वो छोटा था। ഒരു നിയോഗം വന്നു. तो ऐसे एक बात हुआ, ദൈവം അവനോട് പറഞ്ഞു, परमेश्वर से कहा ശമൂവേലെ നീ ചെന്ന് ശൗലിനെ അഭിഷേകം ചെയ്യാം, शमूएल जाके शाऊल को जो है अभिषेक, രാജാവായി അഭിഷേകം ചെയ്യണം. जो है राजाओं के अभिषेक करना है। അഭിഷേകത്തിന്റെ എണ്ണ ശൗലിന്റെ തലയിൽ ഒഴിക്കണം. वो जो है अभिषेक का तेल जो है वो शाऊल के सर में डालना है। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. सोच के देखिए, ശമൂവേലിന്റെ മുമ്പ് ശൗല് വന്ന് നിൽക്കുക. शमूएल के सामने जो शाऊल आके खड़ा है, എങ്ങനെ എണ്ണ ഒഴിക്കും? कैसा जाएगा, ഈ അഭിഷേകത്തിന്റെ തൈലം എങ്ങനെ ഒഴിക്കാം? कैसे तेल डालेंगे? ശൗല് പറയാ, എനിക്ക് കുനിയാൻ तो പറ്റത്തില്ല. शाऊल कहते कि मैं झुक नहीं सकता हूँ। ഞാൻ അങ്ങനെ തന്നെ അവൻ നിൽക്കുക. अगर वैसे वो खड़ा होता അഭിഷേകം ലഭിക്കുമോ? तो क्या अभिषेक मिलेगा? അവൻ ഈ ശമൂവേലിന്റെ മുൻപേ ये शमूएल के सामने ശൗൽ മുട്ടുകുത്തി. शाऊल जो घुटना टेका, ശൗൽ മുട്ടുകുത്തിയപ്പോൾ शाऊल घुटना टेका तो ശമൂവേൽ അഭിഷേകം അവന്റെ തലയിൽ ഒഴിച്ചു. मैंने जो है अभिषेक का तेल डाला, അവൻ അവിടെ ഒന്ന് കുനിഞ്ഞില്ല എങ്കിൽ, तो वो जो है वहाँ पे नहीं झुकता तो അല്ലെങ്കിൽ അവൻ ഒന്ന് അവിടെ താഴ്ന്നു കൊടുത്തില്ല എങ്കിൽ वो जो है वहाँ पे नहीं दीन होता तो ഈ ശമൂവേലിന് ഒരിക്കലും ശൗലിന്റെ മേൽ അഭിഷേകം ചെയ്യാൻ കഴിയത്തില്ല. ये जो है कभी भी इनके ऊपर जो अभिषेक नहीं कर पाते थे। നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, हम कई बार सोचते हैं ഞാൻ
ഞാനാണ് ഏറ്റവും വലിയ മിടുക്കൻ. हाँ मैं हूँ सबसे बड़ा जो जानता हूँ। ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കവിഞ്ഞ ആരുമില്ല. हाँ मुझे छोड़कर कोई नहीं है। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് लेकिन परमेश्वर का वचन कहता है തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. अपने आप को जो है घटाता सब हमसे बढ़ेगा। ബർന്നബാസ് തന്നെത്താൻ താഴ്ത്തി. बरनबास अपने आप को नीचा किया। ശൗലിനെ ഈ പൗലോസിനെ വെളിപ്പെടുത്തി. शाऊल ये पौलुस को प्रकट किया। സഭയ്ക്ക് സമാധാനം ഉണ്ടായി. कलीसिया में शांति हुआ। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ചില വ്യക്തികൾ ആ സഭയിലുണ്ട്. और भी कुछ व्यक्ति उस कलीसिया में हैं। ദൈവം അനുവദിച്ച വരും ദിവസങ്ങളിൽ നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാം. से देखें तो आने वाले दिनों में उनके बारे में भी देखेंगे। ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आइए अपने आंखों को बंद करें। ആമേൻ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. हम जब परमेश्वर के शरण में अपने आप को देते हैं, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിച്ചത് जो है आज परमेश्वर की आत्मा से बात कैसी, ആമേൻ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരുക. जो है प्रोत्साहन करने वाले बने, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. दूसरे को प्रोत्साहन करने वाले बने। ആമേൻ. നമുക്കത് ലഭിച്ചില്ല, അതുകൊണ്ട് നാം അത് ചെയ്യേണ്ടെന്നല്ല. तो हमें नहीं मिला इसलिए वो नहीं करना, ऐसा नहीं है। മനുഷ്യർ ചിന്തിക്കുക എനിക്ക് ആരും പ്രോത്സാഹനം തന്നില്ല, അതുകൊണ്ട് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കത്തില്ല. कुछ लोग सोचते हैं कि मुझे कोई प्रोत्साहन नहीं देते, मैं भी नहीं दूंगा। എന്നാൽ അവർക്ക് ലഭിച്ചതല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. लेकिन वो है कि उनको मिला वो नहीं मुझे मिला है, അതുകൊണ്ട് എനിക്ക് ലഭിച്ചത് ഞാൻ ചെയ്യുക. इसलिए मुझे मिला मैं करूंगा। നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. वो हमें जो हो सकता है उस स्थिति में दूसरे को प्रोत्साहन करना, മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. दूसरे को आगे बढ़ाना। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज सुबह से परमेश्वर के आत्मा से समर्पण करेंगे। ഞാനോ കുറയണം, मैं जो है दीन होना है, അവനോ വളരണം. वो बढ़ना है। നമുക്ക് സമർപ്പിക്കാം, हम समर्पण करते हैं, പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हमारे परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ऐसे समय का धन्यवाद देते हैं। ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. और एक बार के चरणों में आने का अपने सहायता किया। ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി आज സ്തോത്രം. सुबह के समय बात किए वचन के धन्यवाद देते हैं। അടുത്ത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. कल चरण हमारे साथ धन्यवाद देते हैं। അങ്ങ് സംസാരിച്ച വചനപ്രകാരം आपने जो बात के वचन के ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. हमें जो के आत्मा में देते हैं, ആമേ ഒരു ഭർണവാസായി മാറുവാൻ, एक बराबर के समय बदलने के लिए, ആമേ ഒരു യോഹന്നാനെ പോലെ ആയി തീരുവാൻ एक यूहान के समय बदलने के लिए ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. हम अपने आप को समर्पण करते हैं। ഞങ്ങളുടെ കർത്താവ് നല്ല ദൈവമേ, हमारा परमेश्वर अच्छा ഈ परमेश्वर, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. अच्छे समय का धन्यवाद देते हैं। ഈ പ്രിയപ്പെട്ടവരെല്ലാം തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. प्रिय लोगों को, सभी लोग आपके आत्मा में ഇന്ന് समर्पण പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. जो है आज जो जैसे सभी लोग आपके आत्मा में समर्पण करते हैं, ആമേൻ. വചനപ്രകാരം ജീവിപ്പാൻ वचन के अनुसार चलने के लिए ആമേൻ ഞങ്ങളിത് പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. अपने आप को जो है समर्पण करते हैं। ഇന്ന് പകൽക്കാലം आज सुबह के समय പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ पिता पुत्र पवित्र आत्मा के नाम से ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. लोग को अनुग्रह की प्रार्थना कर रहे हैं, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. अनुग्रह की प्रार्थना कर रहे हैं। ദൈവസന്നിധിയിൽ परमेश्वर के चरणों में ഭർണവാസായി മാറുവാൻ बराबर से होने के लिए അവൻ ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. हर एक जन को आपके आत्मा समर्पण करते हैं। ബലപ്പെടുത്തിയാട്ടെ, बल देना, ശക്തീകരിച്ചാട്ടെ. शक्ति देना, അടിയങ്ങളെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. जो है दास को आपके आत्मा में समर्पण करते हैं। ആമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुनने से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के अनुग्रह पर नाम से ആമേൻ. आमीन। ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ये वचन परमेश्वर हमको आशीष दे। ആമേൻ. ഗോഡ് ബ്ലസ്.